എണ്ണ ചൂടായി സബോള ഇട്ടതിന് ശേഷം വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം വീഡിയോ കിടക്കാൻ പോണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ KA വ്ളോഗ്സ്. എണ്ണ ചൂടായി സബോള ഇട്ടൊന്ന് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വഴണ്ടി വരുന്നതൊന്ന് കാത്തിരിക്കുക. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റുക. അടിയിൽ പിടിക്കാണ്ട് നോക്കണം. നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം മാറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് നന്നായി വഴറ്റുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി പിന്നെ ഇളക്കുക. സബോളയും തക്കാളിയും എല്ലാം നന്നായി വഴറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം മസാലപ്പൊടി ഇട്ടുക. അത് കൈയളവാണ് ഇടേണ്ടത്. ഒരു 4-5 നുള്ളി ഇട്ടാൽ മതി. നമുക്ക് കൈയളവുണ്ടാവില്ല, അത് ഇട്ടാൽ മതി. പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടി ഇടുക. അതും ഒരു കൈയളവ് തന്നെയാണ്. അതൊന്ന് നന്നായി ഒന്ന് വഴറ്റുക. ആ മസാലയും കുരുമുളകും ഈ സബോളയും എല്ലാവർക്കും പിടിക്കുന്ന വഴറ്റി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി വെക്കുക. മല്ലിപ്പൊടി ഇട്ടുക. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. എന്നിട്ട് വഴറ്റി കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റാൻ. എന്നിട്ട് അപ്പോൾ അടിയിൽ പിടിക്കാണ്ട് നോക്കണം. നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ആ മസാലയൊക്കെ മണം പോണ വരെ ഒന്ന് വഴറ്റാം. കുറച്ച് കറിവേപ്പില ഇട്ടിരുന്ന് വഴറ്റാം. അതിന് മുന്നേ ഒരു ബീഫ് ഒരു 4 വിസിൽ കുക്കറിലിട്ട് അടിച്ച് വെക്കണം. ആ മസാല കുക്കറിലുള്ള ബീഫിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്നത് വരെ ഒന്ന് നന്നായി കുക്കറിലിട്ട് വഴറ്റി കൊടുക്കുക. അത് രണ്ട് ചെറുനാരങ്ങ ഒഴിക്കുന്നത് നന്നായിരിക്കും. ചെറുനാരങ്ങ ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കറിൽ സ്റ്റൗവിൽ വെച്ച് സ്ലോ ഫ്ലെയിമിൽ മൂടിച്ചൊന്ന് വേവിക്കുക. ഒരു അഞ്ച് വിസിൽ. അതിൽ കൂടുതൽ വേവിക്കരുത്. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി. കുക്കർ അടച്ച് വെച്ചൊന്ന് നന്നായി വേവിച്ചെടുക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കുക്കർ അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ. അതിൽ കൂടുതൽ വേവിക്കണ്ട. 5 വിസിൽ കഴിഞ്ഞാൽ ഗ്യാസ് പോണ വരെ, അതിൻ്റെ ഉള്ളിൽ പ്രശ്നമില്ല, അത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് തുറന്നു കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറി റെഡിയായി. ഗ്യാസൊക്കെ പോയ ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് സോഫ്റ്റ് തന്നെ കാണാം. ബാക്കി അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.